കാരക്കാസ്, വെനിസ്വേല, 2026 ജനുവരി 3 പുലർച്ചെ 2 മണി. നഗരത്തിൻ്റെ നിശബ്ദത അപ്രതീക്ഷിതമായി പൊട്ടിത്തെറികളാൽ തകർന്നടിയുന്നു. രാത്രിയുടെ ഇരുട്ടിനെ കീറിയെറിഞ്ഞ് ആകാശത്ത് എന്തോ ഭീകരമായൊരു നീക്കം രൂപം കൊണ്ടിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണത്. നിഴലുകൾ പോലെ സഞ്ചരിക്കുന്ന ഏകദേശം 150 യുദ്ധവിമാനങ്ങൾ, അവയിൽ ആധുനിക സ്റ്റെൽത്ത് ഫ്ലൈറ്റുകളും ഭീമൻ ബോംബർമാരും ഉൾപ്പെടുന്നു. എന്നാൽ അവരുടെ ലക്ഷ്യം ഒരു സൈനിക താവളമോ ആയുധശേഖരമോ അല്ല, ഒരു മനുഷ്യൻ്റെ മാത്രം രാജ്യത്തിൻ്റെ പ്രസിഡന്റ്. ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള ഒരു ആഡംബര ഭവനത്തിൽ ഒരു നേതാവ് സ്ക്രീനിൽ കണ്ണൂന്നി നിൽക്കുന്നു. ചരിത്രം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു രഹസ്യ ഉത്തരവാണ് ഇതിനകം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അപ്രതീക്ഷിതമായി കരക്കാസിലെ എല്ലാ ലൈറ്റുകളും അണഞ്ഞു പോകുന്നു. കൃത്യമായി ആസൂത്രണം ചെയ്ത സൈബർ ആക്രമണം നഗരത്തിൻ്റെ വൈദ്യുതി ശൃംഖലയെ തകർക്കുന്നു. മുഴുവൻ ഇരുട്ട്. അത് കലാപമല്ല, മറവാണ്. ഈ ഇരുട്ടിൻ്റെ മറവിൽ കടൽനിരപ്പിൽ നിന്ന് വളരെ താഴെ പറക്കുന്ന പ്രത്യേക സൈനിക ഹെലികോപ്റ്ററുകൾ പ്രസിഡന്റിൻ്റെ വസതിയിലേക്ക് നീങ്ങുന്നു. അദ്ദേഹം ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് വിശ്വസിച്ചിരുന്ന കോട്ടയിലേക്ക്. പക്ഷേ അദ്ദേഹത്തിന് അറിയാതെ ഒരു സത്യമുണ്ട്. ആ കോട്ടയുടെ രൂപരേഖകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശത്രുക്കളുടെ കൈകളിൽ എത്തിച്ചേരുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിവരുന്ന സൈനികർക്ക് ആ വീട്ടിലെ ഓരോ ഇടിവും പരിചിതമാണ്. കണ്ണ് കെട്ടിയാലും അവർക്ക് വഴി കാണാം. ഈ അതിവിശദമായ വിവരങ്ങൾ എങ്ങനെ ലഭിച്ചു? അതിനായി കഥ കുറച്ചു മാസങ്ങൾക്ക് പിന്നിലേക്ക് പോകണം. ഒരു ചെറു സംഘമായി ചാരന്മാർ രഹസ്യമായി രാജ്യത്തിനകത്ത് കടക്കുന്നു. അവരുടെ ലക്ഷ്യം പ്രസിഡന്റിൻ്റെ ഏറ്റവും സ്വകാര്യ ജീവിതത്തിലേക്ക് തന്നെ കടന്നു കയറുക. അവർ ഒറ്റക്കല്ല. പ്രസിഡന്റിൻ്റെ ഏറ്റവും അടുത്ത വൃത്തത്തിൽ നിന്നുള്ള ഒരാൾ രഹസ്യമായി സഹകരിക്കാൻ തുടങ്ങുന്നു. ആ വ്യക്തി അത്ര അടുത്തവനാണ്, ദിവസേന അദ്ദേഹത്തെ കാണുന്ന ഒരാൾ. അവൻ അയച്ച വിവരങ്ങൾ വിചിത്രവും ഭീതിജനകവുമായിരുന്നു. അദ്ദേഹം എപ്പോൾ ഉറങ്ങുന്നു, എന്താണ് ഭക്ഷണം, എടുക്കുന്ന മരുന്നുകൾ പോലും, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചെറിയ ശീലങ്ങൾ വരെ. അതായത് ഈ ചാരൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്വകാര്യ നിമിഷങ്ങളിൽ പോലും സന്നിഹിതനായിരുന്നു. പ്രസിഡന്റ് തൻ്റെ ചുറ്റുമുള്ള മതിലുകൾ തന്നെ സംരക്ഷിക്കുന്നു എന്ന് വിശ്വസിച്ചു. എന്നാൽ ഓരോ രാവിലെയും ഗുഡ് മോർണിംഗ് പറയുന്ന ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിടിയിലേക്ക് വഴിയൊരുക്കുകയായിരുന്നു. ഇതിനിടെ ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള ഒരു സൈനിക താവളത്തിൽ അതേ വസതിയുടെ പൂർണ്ണ മാതൃക നിർമ്മിക്കപ്പെട്ടു. സൈനികർ ആ കൃത്രിമ വീട്ടിൽ ആഴ്ചകളോളം പരിശീലനം നടത്തി. ഓരോ പ്രവേശനവും ഓരോ മുറിയും അവർ പഠിച്ചു. ഒരു സുരക്ഷിത മുറി ഭാരം കൂടിയ സ്റ്റീൽ വാതിലുകളോടെ അവരുടെ പ്രധാന വെല്ലുവിളിയായിരുന്നു. അതിന് പരിഹാരം ശക്തമായ വ്യാവസായിക ബ്ലോ ടോർച്ചുകൾ. സ്റ്റീലിനെ പോലും നിമിഷങ്ങൾക്കകം ഉരുക്കാൻ അവർ പരിശീലനം തേടി. കാലം മുന്നോട്ട് നീങ്ങുന്നു. കടലിൽ മറ്റൊരു നീക്കം നടക്കുന്നു. യുദ്ധക്കപ്പലുകൾ നിരീക്ഷണം ശക്തമാക്കുന്നു. ഔദ്യോഗികമായി അത് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ യഥാർത്ഥ ലക്ഷ്യം വഴി ശുദ്ധമാക്കുക. എല്ലാം തയ്യാറായി. വീണ്ടും കാരക്കാസിലേക്ക്. ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യം നിശബ്ദമാക്കപ്പെടണം. അതിനായി സാങ്കേതികമായ അത്യാധുനിക വിമാനങ്ങൾ രംഗത്തിറങ്ങുന്നു. റഡാർ കാഴ്ചകൾ കുരുടാക്കപ്പെടുന്നു. വഴി തുറന്നു. ഹെലികോപ്റ്ററുകൾ നഗരത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. സൈനികർ വേഗത്തിൽ താഴേക്ക് ഇറങ്ങുന്നു. കോട്ടയ്ക്കുള്ളിൽ വെടിവയ്പ് ആരംഭിക്കുന്നു. ഒരു ഹെലികോപ്റ്ററിന് കേടുപാടുകൾ സംഭവിച്ചാലും ദൗത്യം തുടരുന്നു. സൈനികർ ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ നീങ്ങുന്നു. അകത്ത് പ്രസിഡന്റും ഭാര്യയും ഉണർന്നിരിക്കുകയാണ്. അവർ സുരക്ഷിത മുറിയിലേക്ക് ഓടുന്നു. പക്ഷേ സമയം അവരുടെ പക്ഷത്തില്ല. 3 മിനിറ്റിനുള്ളിൽ സൈനികർ കിടപ്പുമുറിയിലെത്തുന്നു. വാതിലുകൾ അടയ്ക്കുന്നതിനു മുമ്പ് തന്നെ അവർ അകത്ത് കടക്കുന്നു. ആദ്യ ഹെലികോപ്റ്റർ ഇറങ്ങിയത് 5 മിനിറ്റിനുള്ളിൽ എല്ലാം അവസാനിക്കുന്നു. പ്രസിഡന്റ് പിടിയിലാകുന്നു. കണ്ണ് കെട്ടി കൈകൾ ബന്ധിച്ച് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുപോകപ്പെടുന്നു. ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള ഒരു മുറിയിൽ ഈ നിമിഷം തത്സമയം നോക്കി നിൽക്കുന്നവർ. ദൗത്യം വിജയിച്ചു.
ചില സമയത്തിനകം എല്ലാ സൈനികരും രാജ്യത്തിൻ്റെ ആകാശപരിധി വിട്ടുപോകുന്നു. പ്രസിഡന്റ് ഇപ്പോൾ കടലിലെ ഒരു യുദ്ധക്കപ്പലിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു. ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ആൾ ഇപ്പോൾ തടവുകാരൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിലെ ഒരു വിമാനത്താവളം. ഒരു വിമാനത്തിൻ്റെ വാതിൽ തുറക്കുന്നു. അദ്ദേഹം പുറത്തേക്കിറങ്ങുന്നു. എന്നാൽ ഇനി ഒരു പ്രസിഡന്റിൻ്റെ ആകർഷണവും അധികാരവുമില്ല. സാധാരണ വസ്ത്രത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചുറ്റിപ്പറ്റി അദ്ദേഹം അകത്തേക്ക് കൊണ്ടുപോകപ്പെടുന്നു. നിയമത്തിൻ്റെ മുന്നിൽ ഇനി അദ്ദേഹം ഒരു സാധാരണ പ്രതിയാണ്. ലോകം ഞെട്ടലിൽ മുങ്ങുന്നു. ചില രാജ്യങ്ങൾ ഇത് ആക്രമണമെന്ന് വിളിക്കുന്നു. ചിലർ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നും പറയുന്നു. മറ്റൊരിടത്ത് ഇത് പുതിയ നയത്തിൻ്റെ തുടക്കമായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നു. ഇത് ഒരു അവസാനമാണോ, അല്ലെങ്കിൽ പുതിയ സംഘർഷങ്ങളുടെ തുടക്കമോ? ഒരു കാര്യം ഉറപ്പാണ്, ആ രാത്രി ലോകത്തിൻ്റെ നിയമങ്ങൾ തന്നെ മാറിയിരുന്നു.